പാഠം 908. രാജാവിനേക്കാൾ രാജഭക്തി ഉണ്ടാവുമ്പോൾ. മോഹനേട്ട, ഇതെന്താണ് കൊണ്ടുപിടിച്ചൊരെഴുത്ത്? ആ, കണക്കെഴുത്തായിരുന്നോ? ഇതിന് മാത്രം എഴുത എന്ത് കണക്കാണുള്ളതെന്നാണ്. നിനക്ക് ഒന്നിനും ഒരു കണക്കില്ലാന്ന് കരുതി എനിക്കതുപോലെ അങ്ങ് ജീവിക്കാൻ പറ്റുമോ? ചെലവാക്കുന്ന ഓരോ നയാ പൈസയുടെ കണക്കും ഞാൻ എഴുതി വെക്കും. അങ്ങനെ കാര്യമായിട്ടുള്ള ചെലവാക്കുകളും നടക്കുന്നില്ലല്ലോ മോനേട്ടാ. പലചരക്ക് കടയിലെയും പച്ചക്കറി കടയിലെയും കാശ് മാസത്തിലൊരിക്കലാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വിശേഷിച്ച് എന്തായാലും എഴുതാനൊന്നുമില്ല. പാല്, പത്രം തുടങ്ങിയ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കറണ്ട് ബില്ലും ഫോൺ ബില്ലും ആണെങ്കിൽ 2 മാസത്തിലൊരിക്കലേ ഉള്ളൂ. തീർന്നില്ല ഇവിടുത്തെ ചെലവ്. പിന്നെ എന്തോന്ന് എഴുതാൻ? ഇന്ന് ദിവാകരന്റെ സ്ഥലമളക്കാൻ പോയപ്പോൾ വിജയന്റെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചു. ചെലവല്ലേ? ഒരു അത്യാവശ്യം വന്നപ്പോൾ ശിശുപാലൻ മെനിങ്ങാന്നന്റെ കയ്യിൽ നിന്ന് 100 രൂപ കടം വാങ്ങി. അത് എഴുതിയൊക്കെ ഞാൻ മറന്നു. ഇങ്ങനെ ചായ കുടിച്ചതിന്റെ നാരങ്ങാവെള്ളം കുടിച്ചതിന്റെ കണക്ക് എഴുതി വെക്കാൻ ചെലവാകുന്ന മഷിയുടെ പൈസ ഇതിനെക്കാട്ടിലും കൂടുതലാവുന്നില്ലേ മോനട്ട? സമയം നഷ്ടം വേറെയും. നീ ഇങ്ങനെ പലതും പറയും. കാരണം കിട്ടുന്ന കാശ് അന്ന് തന്നെ ചെലവാക്കുന്ന നിനക്ക് ഈ കണക്കിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. മോഹനേട്ടൻ ഈ കണക്കെഴുത്തിൽ നിർത്തി വെച്ച് വേഗം പോയിട്ട് ഫോൺ എടുക്കാൻ നോക്ക്. ഇങ്ങനെ കണക്കെഴുതിയാൽ മാത്രം പോരല്ലോ, എന്തെങ്കിലുമൊക്കെ പണിയും ചെയ്യണ്ടേ? ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഹലോ സാർ, ഞാൻ അംബുജാക്ഷനാ, അരിമിൽ നടത്തുന്ന. ഞാൻ അംബുജാക്ഷനെ അങ്ങോട്ടൊന്ന് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് വരണം എന്നാണല്ലോ ഞാൻ അംബുജാക്ഷനോട് പറഞ്ഞിരുന്നത്. എന്നിട്ടെന്തായി? അല്ല സാറേ, അത് ഒന്നും പറയരുത്. മനുഷ്യന് ഏറ്റവും ആദ്യം വേണ്ടുന്ന ഗുണം കൃത്യനിഷ്ഠയാണ്. ഒരു വില്ലേജ് ഓഫീസറായി ഞാനൊരു സമയം പറഞ്ഞിട്ട് അംബുജാക്ഷൻ അതിന് പുല്ല് വില കൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? സാറേ, ഞാൻ ആവശ്യക്കാരൻ ഞാനാണോ? അല്ല, അംബുജാക്ഷനല്ലേ? അംബുജാക്ഷൻ ഒരു ആവശ്യം വന്നപ്പോ സഹായിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് ഇപ്പൊ തെറ്റായിപ്പോയി. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ പിറകെ വന്നിട്ട് ഒരു കാര്യവുമില്ല. സാറേ, ഞാൻ ഇന്നലെ കൃത്യസമയത്ത് വില്ലേജ് ഓഫീസിൽ വരാനായിട്ട് ഇറങ്ങിയതാ. പക്ഷേ വഴിയിൽ വെച്ച് ഉത്തമനെ കണ്ടു. ഉത്തമനെ പറഞ്ഞത് സാറ് 10:30 താലൂക്ക് ഓഫീസിൽ പോവും, പിന്നെ ഉച്ച കഴിഞ്ഞേ വരുള്ളൂന്ന്. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പൊ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉത്തമനാണ്. അംബുജാക്ഷനോട് 11 മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത് കെ മോഹൻ സാറല്ലേ? ഞാൻ അത് മാറ്റി പറയാത്തോളം കാലം ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കേണ്ട കാര്യമേ അംബുജാക്ഷനുള്ളൂ. ഞാൻ ഇന്ന് വരാം സാർ. അതുകൊണ്ടൊരു കാര്യമില്ല. ഇന്നലെ വരാൻ ഞാൻ അംബുജാക്ഷനോട് പറഞ്ഞു, അംബുജാക്ഷൻ വന്നില്ല. ഇനി അംബുജാക്ഷനെ വേണ്ടി കളയാൻ കെ മോഹൻ സാറിന് സമയമില്ല. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. അടുത്ത ആഴ്ച സ്ഥലത്തിന്റെ ആധാരമാ. അതിനു മുമ്പ് തണ്ടപ്പേർ രജിസ്റ്റർ ഒന്ന് നോക്കിയേ പറ്റൂ. ഒരു കാര്യം ചെയ്യൂ, ആ കാര്യം ഉത്തമനോട് പറയൂ. അല്ല, ഉത്തമൻ പറയുന്ന പോലാണല്ലോ അംബുജാക്ഷൻ അനുസരിക്കുന്നത്. മേലിൽ എന്നെ വിളിക്കരുത്. കൃത്യനിഷ്ഠയില്ലാത്ത മനുഷ്യർ, ഇവരൊക്കെ കൂടി നാട് നശിപ്പിക്കും. എന്താ മോഹനട്ട പ്രശ്നം? അരിവിൽ നടന്ന അംബുജാക്ഷൻ ഒരു 20 സെന്റ് വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വില്ലേജ് ഓഫീസിൽ വന്ന് തണ്ടപ്പേ രജിസ്റ്റർ നോക്കിക്കൂട്ടെ എന്നോട് ചോദിച്ചു. ഇന്നലെ രാവിലെ 11 മണിക്ക് വരാൻ ഞാൻ പറഞ്ഞതുമാണ്. ഞാൻ പറഞ്ഞ അനുസരിച്ച് പറയുന്ന സമയത്ത് വില്ലേജ് ഓഫീസിലേക്ക് വരേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അംബുജാക്ഷന്. പക്ഷെ അംബുജാക്ഷൻ ചെയ്ത എന്താണ്? വഴിയിൽ വെച്ച് ഉത്തമനെ കണ്ടു. അപ്പൊ ഉത്തമൻ പറഞ്ഞു, സാറ് 11 മണിക്ക് വില്ലേജ് ഓഫീസിൽ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് അംബുജാക്ഷൻ വന്നില്ല. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉത്തമനാണോ? അത് ഉത്തമനോടല്ലേ ചോദിക്കേണ്ടത്. വെറുതെ അംബുജാക്ഷൻ
അമ്പുജാഷന്റെ ബക്കറ്റ് കയറിട്ട് എന്താ കാര്യം? അങ്ങോട്ട് കയറും. ഓ, കാരണം ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഞാനൊരു കാര്യം പറയുമ്പോ എന്നെയല്ലേ അമ്പുജാക്ഷൻ വിശ്വസിക്കേണ്ടത്? വഴിയെ പോയ ഏതെങ്കിലും തൊപ്പിക്കാരൻ പറയുന്നത് കേട്ട് എന്നോട് പറഞ്ഞ സമയം പാലിക്കാതെ പോകുന്നത് എവിടുത്തെ മര്യാദയാണ്? ഇതിപ്പോ ഇത്ര വല്ല പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുള്ളതാണോ എന്റെ മോനട്ടാ? അമ്പുജാഷൻ ഉത്തമൻ പറയുന്ന കേട്ട് വില്ലേജ് ഓഫീസിലേക്ക് വന്നില്ല. അതുകൊണ്ട് ആകാശൊന്നും ഇടിവിടാൻ പോകുന്നില്ലല്ലോ. രാവിലെ വഴക്കുണ്ടാക്കാൻ ഓരോരോ കാരണം നോക്കാതെ പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേ ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. ഉത്തമനെ വെച്ചിട്ടുണ്ട്. എന്റെ കാര്യങ്ങൾ ഇതുവരെയ്ക്ക് ഉത്തമൻ ആരാ അധികാരം കൊടുത്തത്? അഹങ്കാരി. ഈശ്വര, രജനി. ഒരു പ്രശ്നമുണ്ട്. ആ പെണ്ണിങ്ങോട്ട് വരുന്നത്. ഏതാണ്? രജനി. രജനിയോ? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ, താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ ഭാര്യയുടെ അനിയത്തി രജനി. നാട് മുഴുവൻ നടന്ന് ആളുകളെ കൊണ്ട് ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കണം അവളുടെ പരിപാടി. കഴിഞ്ഞ ഒരാഴ്ചയായി എന്നെ ഫോൺ വിളി. മെനിഞ്ഞാന്ന് ഇന്നലെയും വില്ലേജ് ഓഫീസിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു തിരക്കാണ്, സ്ഥലത്തില്ല എന്നൊക്കെ. ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു. ഞാൻ ഇപ്പൊ എന്ത് എന്ത് ചെയ്യാൻ? അവളോട് പോളിസി എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയണം. അങ്ങനെ പറയാൻ പറ്റില്ല. സഹദേവന്റെ ഭാര്യയുടെ അനിയത്തിയാണല്ലോ ഈ രജനി. പോളിസി എടുക്കില്ല എന്ന് പറഞ്ഞാൽ സഹദേവ എന്നെ പറ്റി കരുതും. അങ്ങനെ പറഞ്ഞോണ്ട് എന്താ മോനോട്ട കാര്യം? ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വില്ലേജ് ഓഫീസിലേക്ക് വരില്ലേ? ഇന്ന് ഓഫീസിൽ കാണില്ല, ദൂരെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ. അപ്പൊ അവള് നാളെ വരില്ലേ? ഇല്ല, ഇത് ഒരു പ്രത്യേക തരം പോളിസിയാണ്. അത് ഇന്നും കൂടിയേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ എന്നെ ചേർക്കാനായിട്ട് ഇന്ന് എന്നെ ഇങ്ങോട്ട് കയറി വന്നത്. മാമേ, വെറുതെ പൈസ പോകുന്ന ഏർപ്പാടാണ്. നീ പോയി എന്തെങ്കിലും പറഞ്ഞ ആ കുട്ടി പറഞ്ഞോട്. അങ്ങനെ ചുവന്നോട് പറയുന്നത് തന്നെ കിട്ടൂല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെറിയ നുണ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു ദിവസത്തേക്ക് അവർ ഒഴിവാക്കാൻ പറ്റി. ഞാൻ രക്ഷപ്പെട്ടു. നീ ചെല്ല്. ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. നമസ്കാരം. നമസ്കാരം. ആരാ? എന്റെ പേര് രജനീന. താലൂക്ക് ഓഫീസിലെ സഹദേവൻ സാറിന്റെ ഭാര്യ എന്റെ ചേച്ചിയാ. ഓഹോ, എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു വന്നത്? ഞാൻ മോനേഷ്ണ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഒരു ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ 2-3 ദിവസം സാറിനെ വിളിക്കുന്നുണ്ട്, ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. ഈ പോളിസി ഇന്നും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് സാറിനെ കണ്ട് സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. അയ്യോ, മോഹനേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? മോഹനേട്ടൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒന്ന് തിരുവനന്തപുരം വരെ പോയതാ. നാളെ വരുള്ളൂ. ഞാൻ ഇന്നലെ സാറിനെ വിളിച്ചിരുന്നു. അപ്പൊ ഇന്ന് കാണാന്നാ പറഞ്ഞിരുന്നേ. അത് ഇന്നലെ രാത്രി പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്നത്. അതുകൊണ്ട് രാവിലെ 5:30 ബസ്സിന് തന്നെ മോഹനേട്ടൻ പോയി. എന്തോ ഭയങ്കര അത്യാവശ്യമാണെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്ര ധൃതി പിടിച്ച് മോഹനേട്ടൻ പോവില്ലായിരുന്നു. കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? അല്ല, ഇത് തീർന്നാലും വേറെ പോളിസി വരുമല്ലോ. അപ്പം മോഹനേട്ടനെ വന്ന് കണ്ടാ മതി. വക്കീലിന് പോളിസി ഉണ്ടോ? ഞാൻ സത്യം പറയാലോ, എനിക്കിപ്പൊ തന്നെ 5-6 പോളിസി ഉണ്ട്. കിട്ടുന്ന ഫീസ് മുഴുവനും ഇൻഷുറൻസ് അടച്ചോണ്ടിരിക്കുക. ഇനി ഒരു പോളിസി എടുക്കാൻ പാടാ. അല്ല, രജനി വിഷമിക്കണ്ട, മോഹനോട് വരുമ്പോ കണ്ടാ മതി. ഇത്തരം കാര്യങ്ങളിലൊക്കെ മോഹനോടൊരു വലിയ താല്പര്യ. രജനി ഒന്ന് കണ്ട് സംസാരിച്ചാ മതി, അപ്പൊ തന്നെ മോഹനോട് സമ്മതിക്കും. കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ വക്കീലെ.
ആ അത് തന്നെയാ പ്രശ്നം, കണ്ട് സംസാരിക്കാനാ പാട്. ഈ എന്തായാലും മോഹനയുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ ഞാൻ രജനിയുടെ കാര്യം പറഞ്ഞോളാം. ശരി. ശരി അപ്പൊ. ആ ശ്ശോ, പാവം. നീ എന്തിനാ രജനിയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? എങ്ങനെയൊക്കെ? എനിക്ക് ഇൻഷുറൻസിലൊക്കെ വലിയ താല്പര്യമാണ്, ഞാൻ പോളിസി എടുക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഇനിയിപ്പോ നാളെ മുതൽ പുതിയ പോളിസിയുടെ കാര്യം പറഞ്ഞ് ആ കുട്ടി എന്നെ പറയാൻ നടക്കില്ലേ? അപ്പൊ എല്ലാം ഒളിച്ചെന്ന് കേൾക്കുമായിരുന്നല്ലേ? മോഹനേട്ടനല്ലേ പറഞ്ഞത് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു കിട്ടിയാൽ മതിയെന്ന്. ഞാൻ അതിനുള്ള വഴി നോക്കി. എന്നാലും അങ്ങനെയൊന്നും ആയിരുന്നില്ല സംസാരിക്കേണ്ടിരുന്നത്. ഇത് ചുമ്മാ എന്റെ വാലിക്ക് ഇത് കേൾക്കാൻ നിൽക്കല്ലേ. രജനോട് കള്ളം പറഞ്ഞ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നില്ല. മോഹനേട്ടന് വേണ്ടി ഞാൻ നോണ പറഞ്ഞു. ഇനി അതിനകത്ത് കയറി കുറ്റം കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ എന്റെ സ്വഭാവം മാറും. പറയുമ്പോ വലിയ ഗാന്ധിയൻ, സത്യസന്ധൻ. പക്ഷെ സ്വന്തം കാര്യം സാധിക്കാനായി ഭാര്യയെ കൊണ്ട് കള്ളം പറയിക്കുന്നു. പറച്ചിലൊരു വഴിക്ക്, പ്രവൃത്തി വേറൊരു വഴിക്ക്. ഞാൻ നിന്നെ കൊണ്ട് ഒരു നിസാര കള്ളം പറയിപ്പിച്ചു എന്നുള്ളത് സത്യ. പക്ഷേ അതുകൊണ്ട് ഒരാൾക്കും ഒരു ദോഷവും ഉണ്ടാവുന്നില്ല. പോളിസി എടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നെനിക്കുണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയാം. പക്ഷെ അങ്ങനെ സത്യം പറഞ്ഞാൽ രജനിക്ക് അത് വലിയ പ്രയാസവും സഹദേവന് അതൊരു വിഷമവുമാവും. അതേസമയം ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരുടെയും പ്രയാസം മാറും. പ്രിയമായത് പറയാം, സത്യമായതും പറയാം, പക്ഷേ അപ്രിയമായ സത്യം പറയരുത് എന്നാണ് പ്രമാണം. മോഹനേട്ടന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓരോരോ സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ ഇങ്ങനെ കുറെ പ്രമാണങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കേസ് ജയിക്കാനായിട്ട് ഞങ്ങൾ വക്കീലന്മാരൊരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം, അന്യായം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കള്ളം പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകും. പക്ഷെ നീയൊക്കെ കോടതി കയറി നുണ പറഞ്ഞ് കുറ്റവാളി രക്ഷിക്കാണ് നോക്കുന്നത്. അത് വലിയ തെറ്റാ. ആ ഉത്തമല്ലോ, തേടിയ വള്ളിയെ കാലി ചുറ്റി നട ഇതാ. ഇന്നലെ അംബുജാക്ഷനോട് പറഞ്ഞതിന് ഇന്ന് ഞാൻ ഉത്തമനെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ട് ബാക്കി. നമസ്കാരമുണ്ട് സാറേ. സാറെ, പ്രകാശന്റെ സ്ഥലം ഇളക്കാൻ ചെല്ലാമെന്ന് സാറ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് സാറിന് എത്ര മണിക്ക് പറ്റുമെന്ന് പ്രകാശൻ ചോദിക്കാൻ പറഞ്ഞു. എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഉത്തമനാണല്ലോ. ഉത്തമൻ തീരുമാനിച്ചിട്ട് അറിയിച്ചാ മതി. സാറിപ്പോ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എന്താ മനസ്സിലാകാത്തത്? എന്റെ ആഫീസ് കാര്യങ്ങളെ പറ്റി എന്നോട് ചോദിക്കാതെ മറ്റുള്ളവരോട് പറയുകയാണല്ലോ ഉത്തമന്റെ ഇപ്പോഴത്തെ രീതി. എന്നോട് പോകുന്നു, ഞാൻ എന്തിനു പോകുന്നു എന്നൊക്കെ ഉത്തമനാണ് തീരുമാനിക്കുന്നത് എന്ന് നാട്ടിൽ മുഴുവൻ ഇപ്പോ ഒരു സംസാരമുണ്ട്. അപ്പോ പ്രകാശന്റെ ഭൂമി അളക്കുന്ന കാര്യവും ഉത്തമൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. സാറേ, സാറിപ്പോ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഉത്തമ, ഞാൻ പറഞ്ഞുതരാം. ഉത്തമൻ ഇന്നലെ അരിമില് നടത്തുന്ന അംബുജാക്ഷനെ കണ്ടിരുന്നോ? ഇന്നലെ കണ്ടിരുന്നു. അംബുജാക്ഷൻ എന്നെ കാണാൻ വില്ലേജ് ഓഫീസിലേക്ക് വന്ന അംബുജാക്ഷനോട് ഞാൻ ഓഫീസിൽ കാണില്ല എന്ന് ഉത്തമൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അത് മെനിയാന്ന് സാറ് എന്നെ കണ്ടപ്പോ സാർ എന്റെ അടുത്ത് പറഞ്ഞില്ലേ, നാളെ രാവിലെ താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ട്, ജോണിക്കുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം അപ്പ ശരിയാക്കാന്ന്. രാവിലെ 10:30 താലൂക്ക് ഓഫീസിൽ പോകുന്നാണ് സാറിന്റെ അടുത്ത് പറഞ്ഞത്. ഇന്നലെ 10:30 ഞാൻ അംബുജാക്ഷനെ കണ്ടത്. അപ്പൊ സാറ് പറഞ്ഞത് ഓർമ്മിച്ച് സാറ് താലൂക്ക് ഓഫീസിൽ പോയിരിക്കുമെന്നാണ് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ ഉത്തമൻ ആരാണ്? രാവിലെ 11 മണിക്ക് വില്ലേജ് ഓഫീസിൽ ഉണ്ടാകുമെന്ന് അംബുജാക്ഷനോട് പറഞ്ഞത് ഞാനാണ്. അങ്ങനെ പറഞ്ഞ ഞാൻ 10:30 താലൂക്ക് ഓഫീസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വാക്കിന് വിലയില്ലാത്ത, സമയനിഷ്ഠ പാലിക്കാത്ത ഒരാളാണ് കെ മോഹനകൃഷ്ണൻ സാറിന് ആൾക്കാർ അറിയില്ലേ? അംബുജാക്ഷൻ ഈ കാര്യം നാട്ടുകാരോട് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ആരാകും? അല്ല, ഞാൻ ഇപ്പൊ അങ്ങനെയൊന്നും കരുതിയില്ല സാറേ. സാറ് എന്റെ അടുത്ത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, ഉത്തമനല്ല. ഞാൻ ഒരാളോട് 11 മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ അതിനർത്ഥം 11 മണിക്ക് ഞാൻ വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരിക്കും എന്നാണ്. അങ്ങനെ വാക്ക് പാലിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരൊക്കെ എന്നെ ബഹുമാനിക്കുന്നത്.
ഉത്തമനായിട്ട് എന്നെ നാണം കെടുത്താൻ നോക്കിയ സമ്മതിക്കില്ല. സാറ് സത്യമായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. സാറ് വില്ലേ ഓഫീസിൽ കാണൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അംബുജാക്ഷനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. മേലിൽ എന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടാൽ ഉത്തമൻ വിവരം അറിയും. എന്നെ പറ്റി ആരോടെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. അല്ലാതെ ഉത്തമന് തോന്നും പോലെ പറഞ്ഞാൽ ഇനി പറയൂല സാറേ, ഇനി പറയൂല. പിന്നെ സാറേ, ആ പ്രകാശന്റെ സ്ഥലം അളക്കുന്ന കാര്യം ഞാൻ പ്രകാശന്റെ സ്ഥലം ഇളക്കുന്ന കാര്യം പറഞ്ഞ ഉത്തമനായതുകൊണ്ട് മാത്രം എനിക്ക് സൗകര്യമില്ല. ഒരു വില്ലേജ് ഓഫീസറെ പറ്റി വായിത്തോന്ന് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തമനെ മേലിൽ ഞാൻ സഹായിക്കില്ല. ആദ്യം ഉത്തമൻ മര്യാദ പഠിക്കും. ഇത് വലിയ കഷ്ടായാലും ഒക്കെ ഇല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വില്ലേജ് ഓഫീസറിൽ ദേഷ്യം തീരുന്നവരെ ഒന്ന് ക്ഷമിക്കണം, അത്ര ഉള്ളു കാര്യം. പക്ഷേ പ്രകാശന്റെ ഭൂമി അളന്നു കൊടുക്കാന്ന് ഞാൻ വാക്ക് പറഞ്ഞു. ആഹാ, അതിനിപ്പോ എന്താ കുഴപ്പം? 1-2 ദിവസം കഴിഞ്ഞ് അളന്നാലും ഭൂമി അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അതോ അളക്കാൻ ആള് ചെന്നില്ല എന്ന് പറഞ്ഞു ഭൂമി എടുത്തിട്ട് നാട് വിട്ടുകളയോ? കഷ്ടം. അയ്യോ, നാട് വിട്ടുകളയോ? ബെസ്റ്റ് ജോഡി. ഹീനാബേച്ചിക്ക് മരപ്പെട്ടി കൂട്ടും. നീ ഇപ്പൊ പ്രകാശനോട് എന്തോന്ന് പറയും? മോനട്ടാ, നമ്മൾ ശരിക്കും ആലോചിച്ചാല് ഈ വിഷയത്തിൽ മോഹനേട്ടന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. മിനിങ്ങാന്നാണല്ലോ ഉത്തമനെ കണ്ടപ്പോ മോഹനേട്ടൻ പറഞ്ഞത് നാളെ താലൂക്ക് ഓഫീസിൽ മോഹനേട്ടൻ പോണെന്ന്. അതോർത്തു വെച്ചുകൊണ്ടാണല്ലോ മോഹനേട്ടന് വില്ലേജ് ഓഫീസ് കാണില്ല എന്ന് ഉത്തമൻ പറഞ്ഞത്. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോ മാറ്റേണ്ടി വരും. മെനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ ഉത്തമനെ കണ്ട സമയത്ത് എന്റെ തീരുമാനം ഇന്നലെ രാവിലെ താലൂക്ക് ഓഫീസിൽ പോവുക എന്നുള്ളതായിരുന്നു. പക്ഷെ രാത്രിയായപ്പോ തഹസിൽദാർ വിളിച്ചു, ഇന്നലെ ചെല്ലണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് അംബുജാക്ഷൻ വിളിച്ചത്. അംബുജാക്ഷനോട് രാവിലെ വില്ലേജ് ഓഫീസിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു. ഇതിൽ എന്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? ആരുടെ ഭാഗത്തും തെറ്റില്ല. ഉത്തമൻ അത് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. ഉത്തമൻ കരുതിയത് മോഹനയുടെ താലൂക്ക് ഓഫീസിൽ പോയിട്ടുണ്ടാവുന്നല്ലേ? അല്ല, അങ്ങനെ കരുതേണ്ട കാര്യം ഉത്തമനില്ലല്ലോ. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ചിലപ്പോൾ മാറ്റുന്നതും ഒക്കെ ഞാൻ തന്നെയല്ലേ. അപ്പോഴൊക്കെ എനിക്കത് ഉത്തമനെ വിളിച്ച് പറയാൻ പറ്റുമോ? സാറേ പോയില്ലേ? പോയതായിരുന്നല്ലോ. ചിലപ്പോ ഓടി തിരിച്ചു വന്നായിരിക്കും. തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല. പ്രകാശന്റെ സ്ഥലം അളക്കാൻ ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഞാൻ ചെല്ലാതിരിക്കുമ്പോൾ പ്രകാശ് എന്നെ വിളിക്കും. അതോടെ ഞാൻ പ്രകാശനോട് കാര്യം പറഞ്ഞു കൊടുക്കും. ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പ്രകാശൻ ഉത്തമന്റെ സഹായം ചോദിക്കില്ല. അപ്പൊ ഉത്തമൻ പഠിച്ചോ. അയ്യോ, അതെന്തെങ്കിലും ആവട്ടെ, ഇതാ വിളിച്ചോണ്ടിരിക്കുന്ന. ചെല്ല് മോനട്ടാ, ചെല്ല്. നമസ്കാരമുണ്ട് സാർ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ്. ഉത്തമൻ ഇങ്ങനെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതുകൊണ്ടൊന്നും പ്രകാശന്റെ ഭൂമി അളക്കാൻ ഞാൻ വരില്ല. സാറേ, പിന്നെ ഞാൻ പ്രകാശന്റെ ഭൂമി അളക്കുന്ന കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല വന്നത്. ഇന്നലെ ചെയ്ത തെറ്റിന്റെ ഒരു പരിഹാരമായിട്ടാണ് വന്നത്. എന്ത് പരിഹാരം? അല്ല, ഇന്നലെ ഞാൻ അംബുജാക്ഷനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ സാറ് വില്ലേജ് ഓഫീസിൽ ഇല്ല എന്ന് പറഞ്ഞുവല്ലോ. സത്യത്തിൽ ആ സമയത്ത് സാറ് വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരുന്നു. വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരുന്ന സാറ് വില്ലേജ് ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നറിയാതെ താലൂക്ക് ഓഫീസിലോട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞത് വലിയ തെറ്റായി പോയി. തീർച്ചയായും തെറ്റാണ്. ഇന്നലെ ചെയ്ത ആ തെറ്റ് ഇന്ന് ഞാൻ തിരുത്തി സാറേ. അങ്ങനെ അവിടെ നിന്റെ കൂട്ടുകാരി എന്താ? എന്നെ മര്യാദയ്ക്ക് കേട്ടോ, എനിക്ക് വയ്യ നാണം കട.
സാറേ ഈ രജനി കുറച്ചു മുമ്പ് സാറിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോ സാർ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് പോയി എന്ന് ആരോ പറഞ്ഞെന്ന്. അങ്ങനെ സാറിനെ കാണാതെ രജനി തിരിച്ചു പോവുകയായിരുന്നു. ഞാൻ ഇപ്പൊ തിരിച്ചിവിടെ നിന്ന് പോകുന്ന വഴി രജനിയെ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ രജനിയോട് പറഞ്ഞു, ഞാൻ സാറിനെ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ, സാർ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന്. അപ്പൊ രജനി വിശ്വസിച്ചില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വാശിയായി. അതുകൊണ്ടാണ് രജനിയെ കയ്യോടെ വിളിച്ചോണ്ട് വന്നത്. മോഹനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട, അപ്പൊ അത് കേട്ടില്ലല്ലോ, ഇനി അനുഭവിച്ചു. എനിക്ക് സാറേ, സാറിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും രജനിയോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ കറക്റ്റ് സമയത്ത് ഞാൻ രജനിയെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. സാർ തിരുവനന്തപുരത്ത് പോയതാണെന്ന് രജനിയോട് പറഞ്ഞ ആളിനെ പറ്റിയുള്ള ലക്ഷണങ്ങൾ പറഞ്ഞ ഞാൻ ഇപ്പൊ തന്നെ ആളിനെ കയ്യോടെ പിടിച്ചു തരാം. എത്ര പ്രായം വരും? കണ്ട ഈ വക്കീലിനെ പോലെ ഇരിക്കുന്നു. ഇതേ പൊക്കം, ഇതേ വണ്ണം, ഇതേ നിറം. എന്തിനധികം പറയുന്നേ? ഇട്ടിരിക്കുന്ന ചുരിദാർ വരെ ഇത് തന്നെ. നീ എന്തിനാ ആവശ്യമില്ല കള്ളം പറയാൻ പോയത്? ഇത് കുട്ടി വക്കീല് പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് അപ്പം തോന്നിയില്ല. പക്ഷേ ഞാൻ തിരിച്ചതേ അവിടെ എത്തിയപ്പോ ഉത്തമൻ ചേട്ടൻ ഇങ്ങോട്ട് പോയിരുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. ചേട്ടൻ തിരിച്ചു വരുന്നവരെ ഞാൻ അവിടെ കാത്തു നിന്നു. മര്യാദക്ക് അവിടെ നിന്നോ? സാർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞത് വക്കീലാണെന്ന് പറഞ്ഞ ഉത്തമൻ ചേട്ടന് കാര്യം പിടികിട്ടും. അതുകൊണ്ട് വഴി കണ്ട ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞേ. ഉത്തമന് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ സാറേ, എന്താ കുട്ടി? പോളിസി വേണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരെ, അല്ലാതെ ഇങ്ങനോട് നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും സാറിന്റെ പോളിസി എനിക്ക് വേണ്ട. ഞാനും ഞാൻ വരട്ടെ. കള്ളിയാണെന്ന് എനിക്ക് അറിഞ്ഞു. സത്യം. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് പോളിസി എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതിന്ന്. അത് കേൾക്കാതെ എന്നെ കൂട്ടി നാടകം മുഴുവൻ കളിപ്പിച്ച് നാണം കെടുത്തിപ്പോ തൃപ്തിയായല്ലോ മോനോട്. ആ പങ്കജാക്ഷന്റെ കാര്യം പറഞ്ഞ് ഉത്തമനെ വിരട്ടിപ്പോ ഓർക്കണായിരുന്നു. ഇന്നലെ ചെയ്ത തെറ്റിന് ഇന്ന് ഉത്തമം പരിഹാരം ചെയ്തു. അത്രേ ഉള്ളൂ കാര്യം. ഞാനങ്ങനെ സഹദേവന്റെ മുഖത്ത് നോക്കും. നോക്കട്ടെ മോനട്ടാ, സഹദേവനെ കാണുമ്പോ കണ്ണടച്ചുപിടിച്ച് നിന്നാ മതി. എല്ലാ കണക്കുകൂട്ടലുകളും എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തന്നെക്കാൾ ബുദ്ധിയുള്ളവർ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വില്ലേജ് ഓഫീസർ സമ്മതിച്ചെന്ന് വരില്ല. പക്ഷേ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ് വിവേകത്തിന്റെ ലക്ഷണമെന്ന് വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.